പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിങ്ങളുടെ മേൽ സ്നേഹവും ഇഷ്ടവുമുള്ളവനാകുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ കൂടെ നടക്കുന്നത് എന്തൊരു സന്തോഷമാണല്ലേ! അതിമനോഹരമായൊരു അനുഭവമാണത്. ദിവസം മുഴുവനും നമ്മുടെ കൂടെ നടക്കുന്നു. രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും എല്ലാ സമയവും നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിന്നെ വിട്ടുപോവുകയില്ലെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. യേശുവിനെ നമ്മുടെ മനസ്സിൽ ഏറ്റെടുത്താൽ എപ്പോഴും അവന്റെ സാന്നിധ്യം അറിയുവാൻ സാധിക്കും. അവന്റെ സാന്നിധ്യം അറിയുന്നത് കൊണ്ട് ഏത് നേരത്തും യേശുവേ എന്ന് വിളിച്ചാലും അവൻ ഉടൻ തന്നെ ഉത്തരം നൽകും. ഒരു ഭക്തൻ പറയുന്നു, വിലാപങ്ങൾ 3-ാം അധ്യായം 57-ാം വാക്യത്തിൽ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട. നമ്മൾ വിളിച്ചുടനെ പറയുന്ന ആദ്യത്തെ വാക്ക് ഭയപ്പെടേണ്ട എന്നായിരിക്കും. എന്തിനാണ് വിളിക്കുന്നത്? രോഗം, പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, ഞെരുക്കങ്ങൾ എന്നിങ്ങനെ നിങ്ങൾ യേശുവിനെ വിളിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് മകളെ ഭയപ്പെടേണ്ട, മകനെ ഭയപ്പെടേണ്ട. എന്നാൽ ഭയമാണ് സാത്താൻ ഉപയോഗിക്കുന്ന ഒരു വലിയ ആയുധം. നമ്മുടെ ഉള്ളിൽ ഭയം കൊണ്ടുവന്നാൽ സാത്താന് നമ്മെ ഭരിക്കാൻ സാധിക്കും, നമ്മെ തടസ്സപ്പെടുത്താനാകും. അതുകൊണ്ടാണ് ദൈവം ആദ്യം പറയുന്ന വാക്ക് ഭയപ്പെടേണ്ട. ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നു, എന്റെ മകനെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ട, എന്റെ മകളെ ഭയപ്പെടേണ്ട. പകർച്ചവ്യാധി എന്ന് പറയുന്നു, ലോക്ക്ഡൌൺ എന്ന് പറയുന്നു, ഇനിയും വരുമെന്ന് പറയുന്നു, അവിടെ വരൾച്ച, ഇവിടെ വരൾച്ച എന്ന് പറയുന്നു, ആപത്തെന്ന് പറയുന്നു. ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. നിനക്ക് ചുറ്റും എന്ത് വേണമെങ്കിലും നടക്കട്ടെ, നിനക്ക് ഞാനുണ്ട്. നിങ്ങൾ വിളിച്ച ഉടനെ അവൻ പറഞ്ഞ വാക്ക് ഭയപ്പെടേണ്ട. ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നു, ഭയപ്പെടേണ്ട. ഭയം നിങ്ങളെ വിട്ടുപോയാൽ സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ആനന്ദത്തോടെ എന്തും നേരിടാൻ സാധിക്കും. ഞാൻ കൂടെയുണ്ടല്ലോ, പിന്നെന്തിനാണ് നീ ഭയപ്പെടുന്നത് എന്ന് യേശു പറയുന്നു. നിങ്ങൾ പറയുമോ, ഞാൻ ഭയപ്പെടുകയില്ല, യേശുവേ നീ എന്റെ കൂടെയുണ്ട്, നീ കൂടെയിരുന്നാൽ മതി, ഞാൻ ഒന്നിനും ഭയപ്പെടില്ലെന്ന് പറയൂ. ദൈവം ആ വിശ്വാസത്തെ ബഹുമാനിക്കും. എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടരുത്. ഇപ്പോൾ ഹൃദയത്തിൽ കൈവച്ച്, ഞാൻ ഭയപ്പെടില്ല, യേശു എന്റെ കൂടെയുണ്ട്, എന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നിനും ഭയപ്പെടില്ല. യേശുവേ നിനക്ക് സ്തോത്രമെന്ന് പറഞ്ഞു നോക്കൂ. ഭയമെല്ലാം ഓടിപ്പോകും, പ്രശ്നങ്ങളെല്ലാം മാറും. യേശുവേ ഭയപ്പെടേണ്ട എന്ന് നീ എന്നോട് പറഞ്ഞതിന് സ്തോത്രം. ഭയം യേശുവിന്റെ നാമത്തിൽ അകന്നു പോകുന്നതിനായി സ്തോത്രം. ഭയപ്പെടുന്ന ചുറ്റുപാട് ഇന്ന് മാറുന്നതിനായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഭയത്തിന്മേൽ വിജയിച്ചിരിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.